Hi, welcome to Lash Class. BA Sociology Introduction to Social Researchലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ തേർഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ കളക്ഷനിലെ ഇന്റർവ്യൂ മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടോട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇന്റർവ്യൂ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ഇന്റർവ്യൂ. നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ സിനിമാ താരങ്ങളുടെയോ അല്ലെങ്കിൽ കായിക താരങ്ങളുടെയൊക്കെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയാണ് ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ഇതൊരു സംഭാഷണത്തിന് സമാനമാണ്. ഇന്റർവ്യൂവിന്റെ മറ്റൊരു സവിശേഷത, ഉദാഹരണത്തിന് സർവേ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ യെസ് ഓർ നോ പോലുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സർവേയിൽ വരുന്നത്. പക്ഷേ ഇന്റർവ്യൂവിനകത്ത് അവിടെ ഒരു സംഭാഷണത്തിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവുക. ഉദ്ദേശം, സാഹചര്യം, ഘടന എന്നിവയ്ക്ക് അനുസരിച്ച് വിവിധ തരത്തിൽ ഇന്റർവ്യൂകളുണ്ട്. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഗവേഷണമാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല തരത്തിലുള്ള ഇന്റർവ്യൂ മെത്തേഡുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇന്റർവ്യൂവിന്റെ പൊതുവായിട്ടുള്ള മറ്റ് സവിശേഷതകൾ, വിദ്യാഭ്യാസമോ സാങ്കേതിക പരിജ്ഞാനമോ കുറവുള്ള ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന പ്രധാന മാർഗമാണ്. നമുക്കറിയാം, ഒരു സർവേ ഫോം കൊടുത്തിട്ട് അത് പൂരിപ്പിച്ചു തരാൻ പറയുന്നത്, അതല്ലെങ്കിൽ ഗൂഗിൾ ഫോം പോലുള്ള ഈ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമുള്ള ആളുകളിലും അതുപോലെ തന്നെ ഈ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകളിൽ നിന്നുമാണ് നമുക്ക് അത്തരത്തിലെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുക. അതല്ലാതെ അത്ര വിദ്യാഭ്യാസമോ സാങ്കേതിക പരിജ്ഞാനമോ ഇല്ലാത്ത ആളുകളിൽ നിന്ന് ഈ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഇന്റർവ്യൂ ആണ് ഫലപ്രദമായിട്ട് വരുന്നത്. ഡീമോഗ്രാഫിക് വിവരങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാം. ഡീമോഗ്രാഫിക് വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ പ്രായം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, സാമ്പത്തിക അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്. അതുകൂടാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നമ്മൾ അഭിപ്രായ സർവേകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്റർവ്യൂ മെത്തേഡിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഇനി ഇന്റർവ്യൂ മെത്തേഡിന്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സംഭാഷണത്തിലൂടെ അടുപ്പം സൃഷ്ടിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നമ്മൾ നേരത്തെ പറയുകേണ്ടത് ഒരു സംഭാഷണത്തിന്റെ രൂപമാണുള്ളത്. അതുകൊണ്ട് സാധാരണഗതിക്ക് ആളുകൾ പറയാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇന്റർവ്യൂവിനകത്ത് ഈ തുടർന്നുള്ള സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകുന്നതിലൂടെ ആളുകൾ പങ്കുവയ്ക്കാൻ തയ്യാറാകും. ആ രീതിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. തുടർ ചോദ്യങ്ങളിലൂടെ വിശദമായ വിവരങ്ങൾ ലഭിക്കും. ഇവിടെയും ഒരു സംഭാഷണത്തിന്റെ സ്വഭാവമുള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിശദീകരണങ്ങളോ വിശദാംശങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അത് അടുത്തതായിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള തുടർ ചോദ്യങ്ങളിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഗവേഷണത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം. ഇവിടെ പറയുന്നത്, നമ്മൾ ഒരു ഗൂഗിൾ ഫോം വഴിയോ അല്ലെങ്കിൽ ഒരു സർവേ ഫോം വഴിയോ അത്തരത്തിലുള്ള രീതിയിലൂടെ നമ്മൾ അവരുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാതെ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും, എന്തിനാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്, എന്ത് റിസർച്ചിനാണ് ഇവർ പറയുന്നത് തുടങ്ങിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്റർവ്യൂ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഈ ഗവേഷണം നടത്തുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ കഴിയും എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഉത്തരങ്ങൾക്ക് പുറമെ ചുറ്റുപാട് നിരീക്ഷിച്ചുള്ള വിവരങ്ങളും ലഭിക്കും. നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നടത്തുന്നുണ്ടെങ്കിൽ ഒരാളുടെ വീട് അല്ലെങ്കിൽ നാട്, അവരുടെ ആ ചുറ്റുപാട്, പരിസരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അതായത് അയാൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചുറ്റുപാടിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കാം. നമുക്കറിയാം, ഓരോ ആളുകളോടും സംസാരിക്കേണ്ടത് ഓരോ രീതിയിലായിരിക്കും. ഓരോരുത്തരുടേതും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് അവര് നമ്മളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന, നമ്മളോട് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ സന്നദ്ധമാകുന്ന തരത്തിലുള്ള രീതിയിൽ നമുക്ക് അവരോട് നമ്മുടെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടൊക്കെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് ഇന്റർവ്യൂവിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഇന്റർവ്യൂ മെത്തേഡിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും സമയവും ചെലവും കൂടുതലാണ് എന്നാണ് വരുന്നത്. നമുക്കറിയാം,
നമ്മൾ ഓരോ ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ടി വരും. കൂടാതെ അതിനുവേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ ചെലവും കൂടുതലായിട്ട് വരും. പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ സമീപനം നിർണായകമാണ്. ഇത് ശരിയല്ലെങ്കിൽ ശരിയായ വിവരങ്ങൾ ലഭിക്കില്ല. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇതിനൊരു സംഭാഷണത്തിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്, ഒരു അടുപ്പം സൃഷ്ടിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ശേഖരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഈ പലതരത്തിലുള്ള ആളുകളായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അവരുമായിട്ട് ശരിയായ രീതിയിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വിവരങ്ങൾ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ പ്രൊഫഷണൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെ ഇതിനു വേണ്ടിയിട്ട് ജോലിക്ക് എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഇന്റർവ്യൂവിന്റെ പരിശീലനമൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. കൂടാതെ നോട്ടുകൾ കുറിക്കുന്നത് സംഭാഷണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കണം. നമ്മൾ ഒരാളുമായിട്ട് ഒരു സംഭാഷണം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്നതിലെ പ്രധാന കാര്യങ്ങൾ കുറിച്ചു വെക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഈ സംഭാഷണത്തിന്റെ ഇടയിൽ ഇതിങ്ങനെ നോട്ട് കുറിക്കുന്നത് ആ ഒരു സ്വാഭാവിക സംഭാഷണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തും എന്നുള്ളതും ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഇന്റർവ്യൂവിനുള്ള റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. ആദ്യത്തേത് ഡാറ്റ അവൈലബിലിറ്റി. ഇന്റർവ്യൂ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത് വിവരങ്ങൾ ലഭ്യമായ വ്യക്തികളെ ആയിരിക്കണം. അത് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടുള്ള ഗവേഷണമാണ് നടത്തുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആരിൽ നിന്നാണ് ഈ ഇന്റർവ്യൂ നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് യുവാക്കളുടെ ഇടയിലുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ തന്നെ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ തന്നെ വലിയ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കില്ല. ആ രീതിയിൽ ഇതിപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ജോലി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സമൂഹത്തിലെ മറ്റെന്ത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തരാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മൾ ഇന്റർവ്യൂവിന് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് റോൾ പെർസെപ്ഷൻ ആണ്. നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. ചോദ്യകർത്താവും ഉത്തരദാതാവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവബോധമുള്ളവരാകണം. അതായത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആള് ഈ ഗവേഷണം എന്തിനുള്ളതാണ്, ഗവേഷണത്തിന്റെ പ്രസക്തി എന്തിനാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ ശരിയായ രീതിയിൽ ഉത്തരങ്ങൾ നൽകേണ്ടതിന്റെ പ്രാധാന്യവും അവർക്ക് അറിഞ്ഞാൽ മാത്രമേ ആ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കും ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഇനി മോട്ടിവേഷൻ ആണ്. കൃത്യമായതും വിശദമായതുമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ഇടപെടണം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായ ഒരു സംഭാഷണത്തിന്റെ സ്വഭാവം എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുമായിട്ട് ആ രീതിയിൽ ഒരു അടുപ്പം സ്ഥാപിക്കാനും ആ ഒരു അടുപ്പത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പറയുവാനും ഓപ്പൺ ആയിട്ട് സംസാരിക്കുവാനും ഒക്കെ അവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്റർവ്യൂവിന്റെ പ്രധാനമായിട്ടുള്ള റിക്വയർമെന്റ്സ്. ഇനി വിവിധ തരത്തിലുള്ള ഇന്റർവ്യൂ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഘടന, ഒരു ക്രമപ്പെടുത്തിയ രീതി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇന്റർവ്യൂവിനകത്ത് ഏതെല്ലാം ചോദ്യങ്ങൾ വേണമെന്നുള്ള കാര്യം ഇവിടെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭാഷണത്തിന്റെ ഒരു സ്വഭാവം ഇതിനകത്ത് കുറവായിരിക്കും. ചോദ്യങ്ങളുടെ ഘടന, ക്രമം എന്നിവയും ഒരുപോലെയാണ്. ചോദ്യങ്ങളുടെ ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കണം എന്നുണ്ട്, നമ്മളത് 10 ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ 10 രീതിയിലായിരിക്കും ചോദിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആവുന്ന സമയത്ത് ഏത് രീതിയിലാണ് ആ ചോദ്യം ചോദിക്കേണ്ടതെന്നുള്ളത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാവരോടും ഒരേ രീതിയിൽ ചോദിക്കുന്നു. അതുകൂടാതെ ചോദ്യങ്ങളുടെ ക്രമം, ആദ്യത്തെ ചോദ്യം ഏത്, അടുത്ത ചോദ്യം ഏത് എന്നുള്ള ക്രമവും മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കും. അപ്പൊ എല്ലാവരോടും ഒരേ രീതിയിൽ ഒരേ ക്രമത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. വിവിധ ആളുകളുടെ ഉത്തരങ്ങൾ താരതമ്യം ചെയ്യാൻ എളുപ്പമാണ്. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരോടും ഒരേ ഓർഡറിൽ ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ മറുപടികൾ തമ്മിൽ കമ്പയർ ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. നോട്ട്സ് നിർമ്മിക്കുന്നത് എളുപ്പമാണ്. പിന്നെ ഇതിനൊരു സംഭാഷണത്തിന്റെ ഒരു സ്വഭാവമില്ല, ഒരു പ്രൊഫഷണൽ ലുക്കാണ് ഈ ഒരു സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിനുള്ളത് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് നോട്ട്സ് കുറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്.
ശ്രദ്ധ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെയും നമ്മൾ ഈ മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമാണ് കടക്കുന്നത്. മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതിലൂടെ നമ്മുടെ ശ്രദ്ധ വിഷയത്തിൽ മാത്രം നിൽക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി സംഭാഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക വിവരങ്ങൾ ലഭിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇന്റർവ്യൂ മെത്തേഡിൽ നമുക്ക് കൂടുതൽ കൃത്യതയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിന് ഒരു സംഭാഷണത്തിലൂടെ ലഭിക്കുന്ന അടുപ്പത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ കൃത്യമായിട്ട് നിശ്ചയിച്ച ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന സമയത്ത് ആ ഒരു അടുപ്പം അവർക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അവരും അതുപോലെ വിശദമായിട്ടുള്ള മറുപടികൾ നൽകണമെന്നില്ല. ഉത്തരദാതാവിന് പ്രചോദനം ലഭിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തിന് ഇപ്പോൾ വിശദമായിട്ട് പറയണം എന്നുള്ള ഒരു കാര്യമാണ് അവരുണ്ടായിരിക്കും. ഒരു ഫോമൽ ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടിയും ഫോമൽ ആയിട്ടുള്ള രീതിയിലുള്ള മറുപടികളായിരിക്കും. അപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള മറുപടികൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അവരോട് പേഴ്സണൽ ആയിട്ട് ഇടപെടണം. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആണെന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടായാലാണ് ആ രീതിയിലുള്ള മറുപടികൾ ലഭിക്കുള്ളൂ. ഈ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിനകത്ത് അത്തരത്തിൽ നമുക്ക് മറുപടികളിലൂടെ വിശദ വിവരങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അടുത്തത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് അൺസ്ട്രക്ചേർഡിൽ വരുന്നത്. ചോദ്യങ്ങളുടെ രീതിയും ക്രമവും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് ചോദിക്കേണ്ടത്, ഏത് കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്, ഏത് ചോദ്യങ്ങളാണ് ആദ്യം ചോദിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കില്ല. അത് ആ സംഭാഷണം എങ്ങനെ കടന്നു പോകുന്നു. ഇപ്പോൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നു, അപ്പോൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും അടുത്ത് ചോദിക്കുക. ആ രീതിയിലാണ് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് ചോദിക്കുക എന്നുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു രീതി, അവരോട് ഏത് രീതിയിലാണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചില ആളുകൾ ഇപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള മറുപടി തന്നേക്കും. എന്നാൽ അതല്ല, ചിലപ്പോൾ നമ്മൾ അത്ര ഒരു കുറച്ച് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമീണരായിട്ടുള്ള ആളുകളോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഒരു സ്നേഹത്തോട് കൂടിയിട്ടൊക്കെയുള്ള രീതിയിൽ സൗഹൃദത്തോട് കൂടിയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും എന്നുള്ളതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിന്റെ ഒരു ബെനിഫിറ്റ്. സ്വാഭാവിക സംഭാഷണത്തിൽ സമാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. കൃത്യവും വിശദവുമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതും നമ്മൾ പറയുകയുണ്ടായി. ഈ രീതിയിൽ ഓരോരുത്തർക്കും അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് കൂടുതൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. താരതമ്യം നടത്താൻ പ്രയാസമാണ്. അപ്പോൾ ഓരോ ആളുകളോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ക്രമവും വ്യത്യസ്തമാണ് എന്നുള്ള കാരണം കൊണ്ട് ഈ എല്ലാ ആളുകളുടെയും ഇന്റർവ്യൂവിന്റെ മറുപടികൾ തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്രയാസമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്രധാനമായ സംഭാഷണങ്ങളിൽ സമയം നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ നമ്മൾ അവരുമായിട്ടൊരു അടുപ്പം സൃഷ്ടിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഇതിന് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. വിവര വിശകലനം പ്രയാസമാണ്. നമുക്കറിയാം, നമ്മൾ സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ ഒരേ ചോദ്യങ്ങളും നമുക്ക് ഒരേ ഓർഡറിലുമാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന് ശേഷം ആ വിവരങ്ങൾ നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇവിടെ അത് വിശകലനം ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഇത് ക്രമപ്പെടുത്തിയെടുത്തതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി പ്രൊഫഷണൽ ഗുണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. ഈ ആളുകളോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നേടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷണലുകളെ ഉപയോഗിച്ചുകൊണ്ടോ ഇത്തരം ഇന്റർവ്യൂകൾ സംഘടിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അടുത്തത് ഫോക്കസ്ഡ് ഇന്റർവ്യൂ. ഇവിടെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുടെ വീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അതായത് നമ്മൾ എന്ത് വിവരങ്ങളാണ് ശേഖരിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കില്ല. പകരം എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നത് ആ വിവരങ്ങളെല്ലാം ശേഖരിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ഇവിടെ അനുഭവങ്ങളെക്കുറിച്ചോ പ്രാഗൽഭ്യമുള്ള വിഷയത്തെക്കുറിച്ചോ ആകാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണമാണ് നടത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള
ഒരു ആളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, വീക്ഷണങ്ങൾ അയാളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു സമീപനമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇനി അതല്ല, ഈ സ്വാതന്ത്ര്യ സമര കാലമല്ല, ഇനി അടിയന്തരാവസ്ഥ കാലമാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സൈനികന്റെ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണെങ്കിൽ, ഇനി അതല്ല മറ്റേതെങ്കിലും സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രാഗൽഭ്യമുള്ള ആളുകൾ, ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രാഗൽഭ്യമുള്ള ആളുകൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണം നടത്താമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, ഈ ശാസ്ത്രജ്ഞരുമായിട്ടുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കേണ്ടി വരും. കാരണം അവർ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ നമ്മളൊരു സോഷ്യൽ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ആൾ എന്നുള്ള രീതിക്ക് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കാര്യമായ അറിവുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഫോക്കസ്ഡ് മെത്തേഡാണ് സ്വീകരിക്കുന്നത്. കാരണം അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നമ്മളോട് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഒരു സമീപനം അല്ല അവിടെ വരുന്നത്. ഈ രീതിയിൽ ചില അനുഭവങ്ങളെ കുറിച്ചിട്ട് അതിലൂടെ കടന്നുപോയ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് പ്രാഗൽഭ്യമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ വീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള രീതിയിൽ ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ഇനി പ്രധാന ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുമെങ്കിലും അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അപ്പൊ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അവർ പറയുന്ന മറുപടികളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്ക്, അവരുടെ വീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മെത്തേഡാണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ഇനി വരുന്നത് ക്ലിനിക്കൽ ഇന്റർവ്യൂ ആണ്. ക്ലിനിക്കൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏറെക്കുറെ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമാണ്. ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ടല്ല ചോദിക്കുന്നത്, ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ അനുഭവങ്ങളെ കുറിച്ചും ജീവിതങ്ങളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണ് ഈ ക്ലിനിക്കൽ ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. അതായത് ഒരു ആശുപത്രി സംവിധാനത്തിനകത്താണ് ഇത് സാധാരണഗതിക്ക് നടക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ മനഃശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ ഇത്തരം തെറാപ്പികളുടെ ഭാഗമായിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഈ ഒരു ക്ലിനിക്കൽ ഇന്റർവ്യൂ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതല്ല, മറ്റ് മെഡിക്കൽ കണ്ടീഷനിലാണെങ്കിലും ഒരാളുടെ ഒരു രോഗ കാരണമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ അവരുടെ മുൻകാല ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം. ആ രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ചോദിക്കുന്ന സംവിധാനമാണ് ക്ലിനിക്കൽ ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ഇത് വ്യക്തികൾക്കനുസരിച്ച രീതിയിൽ ചോദ്യങ്ങൾ ക്രമപ്പെടുത്തണം. നമുക്കറിയാം എല്ലാ ഇന്റർവ്യൂവിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏത് സാമൂഹിക വിഭാഗത്തിലുള്ള ആളുകളുമായിട്ടാണ് ഈ സംവദിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ആ ചോദ്യങ്ങൾ ആ രീതിയിൽ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ടെലിഫോൺ ഇന്റർവ്യൂസ് ആണ്. നമുക്കറിയാം ഫോൺ കോളിലൂടെ നടത്തുന്ന ഇന്റർവ്യൂ ആണ്. ആളുകളെ ഫോൺ വിളിച്ചിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണ് ടെലിഫോൺ ഇന്റർവ്യൂവിനകത്ത് വരുന്നത്. ചിലവും സമയവും കുറവാണ്. ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അടുത്തേക്കും പോകുന്നതിന് പകരം ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവും സമയവും കുറവാണെന്നുള്ള കാര്യം നമുക്കറിയാം. കുറച്ച് ചോദ്യങ്ങൾ മാത്രമുള്ള ഇന്റർവ്യൂകൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ ഒരു സവിശേഷത നമുക്കറിയാം, ഒരു ഗവേഷണത്തിന്റെ ഉള്ള സർവേ ആണ്, ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അരമണിക്കൂറും 1 മണിക്കൂറൊന്നും ആളുകളോട് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. ആളുകൾ അതിന് തയ്യാറാകില്ല. അപ്പോൾ ഒരു 5-6 ചോദ്യങ്ങളൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ശേഖരിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാൻ സാധിക്കും. ആളുകളുടെ ഫോൺ നമ്പറുകൾ ലഭ്യമാകാത്തത് പോരായ്മയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പണ്ട് കാലങ്ങളിലാണെങ്കിൽ ലാൻഡ് ഫോണുകളാണ് ആളുകളുടെ കയ്യിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് അത് ആരുടെ നമ്പറാണെന്നുള്ള രീതിയിൽ ഒരു ടെലിഫോൺ ഡയറക്ടറി എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഈ റെയിൽവേ ടൈം ടേബിളിന്റെ പുസ്തകമൊക്കെ പോലെ ഒരു പ്രദേശത്ത് ഈ ലാൻഡ് ഫോൺ കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകളും അവരുടെ പേര് വിവരമൊക്കെ ആ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഏത് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ആ ഡയറക്ടർ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും, അതിനനുസരിച്ച് വിളിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധിക്കില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കുറവാണ്.
കൂടുതൽ സമയം ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതുപോലെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവർ ഏത് സാഹചര്യത്തിലാണ്, ഏത് അവസ്ഥയിലാണ് നമുക്ക് അറിയില്ല. അപ്പൊ ചെറിയ ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ രീതി നടക്കുള്ളൂ. സാഹചര്യങ്ങൾ മനസ്സിലാക്കാനോ വിശ്വാസം നേടിയെടുക്കാനോ പ്രയാസമാണ്. അപ്പോൾ ഒരാളുടെ സാഹചര്യം എന്താണ്, അവരുടെ ചുറ്റുപാട് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ നേരത്തെ പറയേണ്ട സംഭാഷണത്തിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ അവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നത് അവരുടെ ഒരു ചുറ്റുപാട്, അവരുടെ രീതി മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകണം എന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ലാൻഡ് ഫോണുകളുള്ള ഒരു കാലങ്ങളിൽ ഈ ടെലിഫോൺ ഡയറക്ടറി എന്നുള്ള രീതിയിൽ എല്ലാ ആളുകളുടെയും ഫോൺ നമ്പറുകൾ, അതായത് ആ വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ആ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക. അത് ടെലിഫോൺ ഡയറക്ടറിയിലേക്ക് ലഭ്യമായിരുന്നു. അത്തരം കാലഘട്ടത്തിലാണ് ഈ ടെലിഫോൺ ഇന്റർവ്യൂസ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് അതുപോലെ ഈ ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ട ആളുകളുടെ നമ്പറുകൾ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അടുത്തത് ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ആണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിലധികം ആളുകൾ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂവിൽ വരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ എക്സ്പെരിമെന്റ് എന്ന രീതിയിലേക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ ഒരു കൂട്ടം ആളുകൾ, കൂട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ കൂട്ടമല്ല, ഒരു 6-8 ആളുകളൊക്കെ ഉള്ള അങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് നിന്ന്, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഒന്നിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സംഭാഷണ രൂപത്തിലോ ചർച്ചയുടെ രൂപത്തിലോ നടക്കുന്നു. ഇത് സംഭാഷണമായിരിക്കാം അല്ലെങ്കിൽ ചർച്ചയായിരിക്കാം. അതായത് ഒരാളൊരു അഭിപ്രായം പറയുന്നു, ആ സമയത്ത് ആ കൂട്ടത്തിൽ വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു എല്ലാവരും കൂടിയുള്ള ഒരു ചർച്ച പോലെയൊക്കെയാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കുക. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ 6-8 പേരെ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതിന് അത്രയും സമയം എടുക്കില്ല എന്നുള്ള കാര്യമാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. സാഹചര്യങ്ങളെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചും ധാരണ നൽകുന്നു. സാഹചര്യങ്ങളും സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ അത്ര വലിയ വിഷയം ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഗോത്ര വിഭാഗത്തിലോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു പ്രദേശത്തോ നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ അവരായിരിക്കും കാര്യങ്ങൾ പറയുക, ചിലപ്പോൾ പ്രായം കുറഞ്ഞവർ സംസാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹിക ബന്ധങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇത്തരം ഒരു മെത്തേഡിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകാതിരിക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് അവർ ഒരുപക്ഷെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കും. പക്ഷെ അവർക്ക് പരിചയമുള്ള, അവർ നിത്യജീവിതത്തിൽ ഇടപെടുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ആളുകൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല. അതാണ് ഇതിന്റെ ഒരു പോരായ്മ വരുന്നത്. ഇനി ഒരേ അഭിപ്രായത്തോടെ എല്ലാവരും യോജിപ്പ് പ്രകടിപ്പിക്കാം. ഇതും ഇതിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആദ്യം ചോദിച്ച ആളോട് അയാൾ എന്ത് മറുപടിയാണ് പറഞ്ഞത്, ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അതേ ഒരു കാര്യം തന്നെ ആവർത്തിച്ചു പറയും. അതായത് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി ആളുകൾ കുറവായിരിക്കും. ആദ്യം പറഞ്ഞ ആൾ എന്താണോ പറഞ്ഞത് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയും എന്നുള്ളതൊക്കെ ഇതിന്റെ മറ്റൊരു പോരായ്മയാണ്. ഇനി വിവര വിശകലനം പ്രയാസമാണ്. നമുക്കറിയാം, പല ആളുകൾ ഇതുപോലെ ഒരേ സമയത്ത് പറയുമ്പോൾ അത് കുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആര് എന്ത് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ചോദ്യത്തോടും ഓരോരുത്തർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള കാര്യമൊക്കെ അത് വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണെന്നുള്ളതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂവിന്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി ഈ സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിലെ ഘട്ടങ്ങളാണ്. നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇന്റർവ്യൂവിന് മുമ്പ് നടത്തുന്നത്, പിന്നെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്റർവ്യൂവിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ എന്നുള്ളതാണ് വരുന്നത്. ആദ്യത്തേത് ഡിഫൈൻ ഗോൾസ്. ഗവേഷണത്തിന്റെ ലക്ഷ്യവും ലഭ്യമാകേണ്ട വിവരവും നിശ്ചയിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവേഷണ ചോദ്യം ഉണ്ടായിരിക്കും. ആ ഒരു ഗവേഷണ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്റർവ്യൂ മെത്തേഡ് ആണോ നല്ലത് എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത്. അടുത്തത് സെലക്ട് ഫോർമാറ്റ്.
ഏത് രീതിയിലുള്ള ഇന്റർവ്യൂ എന്ന് തീരുമാനിക്കുക. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഇന്റർവ്യൂ മെത്തേഡുകളെ കുറിച്ചിട്ട് നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ ഇന്റർവ്യൂ ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഏത് രീതിയിലുള്ള ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യം തീരുമാനിക്കുക. ചൂസ് പാർട്ടിസിപ്പൻസ്. ഇന്റർവ്യൂ ചെയ്യാനുള്ള ആളുകളുടെ വിഭാഗം, എണ്ണം അഥവാ സാമ്പിൾ തിരഞ്ഞെടുക്കുക. നമ്മൾ എത്ര ആളുകളുമായിട്ട് ഇന്റർവ്യൂ നടത്തേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഏത് വിഭാഗം ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായിട്ടുള്ളവരോ സ്ത്രീകളോ പുരുഷന്മാരോ വിദ്യാർത്ഥികളോ യുവാക്കളോ എന്നുള്ള രീതിയിൽ ഏത് വിഭാഗം ആളുകളിൽ നിന്നാണ്, എത്ര ആളുകളിൽ നിന്നാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 100 പേരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ 150 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. കാരണം നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് പ്രതികരിക്കാതിരിക്കാനും നമുക്ക് മറുപടി നൽകാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കുറച്ചധികം സാമ്പിൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് റെക്കോർഡിംഗ് ആണ്. അതായത് നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മുൻകൂട്ടി തീരുമാനിച്ചു വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഒന്നുകിൽ നോട്ടുകൾ എഴുതിക്കൊണ്ടായിരിക്കാം, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കാം, വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അത് എഴുതിയെടുക്കുന്ന രീതിയിൽ അങ്ങനെയും ആകാം. അതിൽ ഏത് രീതിയാണെന്നുള്ള കാര്യം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഫോമുലേറ്റ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക, പരീക്ഷിച്ച് നോക്കുക. അതായത് നമുക്ക് ലഭിക്കേണ്ട വിവരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് കുറച്ച് ആളുകളുടെ അടുത്ത്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5-6 ആളുകളുടെ അടുത്ത് ഈ ചോദ്യങ്ങൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചോദിച്ചു നോക്കുക. എന്നിട്ട് ഈ ചോദ്യങ്ങളോട് അവർ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ടോ, ചോദ്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടോ എന്ന കാര്യമൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ ആ ചോദ്യങ്ങൾ അവിടെ തീരുമാനിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സെലക്ട് ഇന്റർവ്യൂവർ. ഇന്റർവ്യൂ ആര് നടത്തുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവേഷണം ചെയ്യുന്ന ആൾക്ക് തന്നെ അത് നടത്താൻ വേണ്ടി സാധിക്കും. ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏത് മെത്തേഡാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചേർഡ് മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക, അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അൺസ്ട്രക്ചേർഡ് മെത്തേഡ് ഒക്കെ ആവുന്ന സമയത്ത് അത് ആരോട് ചോദിക്കുന്നു, അവരുടെ ചുറ്റുപാട് സാഹചര്യമൊക്കെ അനുസരിച്ച് അവരായിട്ട് അടുപ്പം ഉണ്ടാക്കിയിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ള രീതിയാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കഴിവുകളുള്ള ആൾക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ ഒരു കഴിവുകൾ നേടിയെടുക്കണം, അതല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സിനെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ആര് ഇന്റർവ്യൂ നടത്തും എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിന്റെ സ്റ്റെപ്പുകളിൽ നമുക്ക് ഈ ഇന്റർവ്യൂവിന് മുൻപ് വരുന്ന ഘട്ടത്തിൽ വരുന്നത്. ഇനി ഡ്യൂറിങ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, മാന്യമായി അഭിസംബോധന ചെയ്യുക. നമ്മൾ അവരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഈ ഒരു ഗവേഷണവുമായിട്ട് വന്നതാണ്, ഇതാണ് ഇതിന്റെ ഉദ്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാന്യമായിട്ട് അവരോട് വളരെ ബഹുമാനപൂർവ്വമൊക്കെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഗവേഷണത്തിന്റെയും ഇന്റർവ്യൂവിന്റെയും പ്രാധാന്യം പറയുക. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത്, അതിൽ ഈ വിവരം ശേഖരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷമാണ് നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രാധാന്യം അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വിവരങ്ങൾ നൽകുള്ളൂ എന്നുള്ള കാര്യം കൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ വിവരം എങ്ങനെ ശേഖരിക്കുമെന്നും ഉപയോഗിക്കുമെന്നും പറയുക. വിവരം എങ്ങനെ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിത് എഴുതിയെടുക്കുകയാണോ അതല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണോ, ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പ്രസിദ്ധീകരിക്കുമോ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കണം. അതായത് നമ്മൾ നിങ്ങളുടെ പേര് പുറത്തു വിടില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, അത് നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് സംശയം ഉണ്ടാവും. അതൊക്കെ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റ് സംശയങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തത കൊടുത്തതിന് ശേഷം വീണ്ടും അവർക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അതെല്ലാം നമ്മൾ തീർത്തു കൊടുത്താൽ മാത്രമാണ് ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്, അവർ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമാവോ എന്നുള്ള ചിന്തകളൊക്കെ കാരണം കൊണ്ട് ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാതിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ നിർണായകമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിലേക്ക് കടക്കുക. ഇനി വിഷയത്തിൽ ശ്രദ്ധ നൽകി ചുരുങ്ങിയ സമയത്തിൽ പൂർത്തിയാക്കുക. ഇനി ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമ്മൾ ഏത് മെത്തേഡാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഒരു മെത്തേഡിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പരമാവധി മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാതെ ആ ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ. ആഫ്റ്റർ ഇന്റർവ്യൂ, ഇനി ഇന്റർവ്യൂവിന് ശേഷം നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത് ആ വിവരങ്ങളൊക്കെ ക്രോഡീകരിക്കുക എന്നുള്ള കാര്യമാണ്. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. പിന്നെ ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തുക. അതായത് ഈ ഇന്റർവ്യൂ മെത്തേഡിൽ നമുക്കറിയാം കുറെ വിശദമായിട്ടുള്ള മറുപടികളൊക്കെ ആയിരിക്കും ആളുകൾ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതൊരു പക്ഷേ പട്ടികപ്പെടുത്താനുണ്ടായിരിക്കും. നമുക്കൊരു പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും അതിൽ നിന്ന് നേടേണ്ടി വരുന്നത്. ആ രീതിയിൽ ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിന് ശേഷം വരുന്ന സ്റ്റെപ്പിൽ ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്